എന്താണ് പതിവായിട്ട് ഇവിടെ കറുത്തമ്മ പോയ പരീക്കുട്ടിയെ പോലെ? ഒന്നുമില്ല. പെണ്ണും പെടക്കവഴിയൊന്നും വേണ്ടേ? ജീവിതം ഇങ്ങനെ ഒറ്റയ്ക്ക് തീർക്കാനാണോ ഉദ്ദേശം? അങ്ങനെ ഒരു വാശിയൊന്നും ഇല്ല. പിന്നെന്താ? ആർക്കും അങ്ങോട്ട് കണ്ണു പിടിക്കില്ല. ഓ പിന്നെ അതൊക്കെ വെറുതെ അല്ല, കാര്യമായിട്ടാ. കുറെ അന്വേഷിച്ചു, നടക്കില്ല. നടക്കായൊന്നുമില്ല. നിങ്ങൾ ശരിക്കും അന്വേഷിക്കാഞ്ഞിട്ടാ. ഇത്രയും കാലം എല്ലാത്തിനും അതിന്റെ സമയവും കാലവും ഉണ്ടല്ലോ. ഒടുവില് ഉയരല്ല നിറല്ല എന്നൊക്കെ പറഞ്ഞ് സ്ഥിരിക്കിട്ട് പോവും. എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഇതൊന്നും ഒരു കുറവേ അല്ല. ഞാൻ പോവാ. ഇനി ഒറ്റയ്ക്ക് ഇരിക്കണ്ട, കൂടെ ഞാനും ഉണ്ടാവും. ഹലോ, സ്വപ്നം കണ്ടാൽ മാത്രം മതിയോ? എന്നാലേ നമുക്കൊരു സ്ഥലം വരെ പോവാം. ഈ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കരിമ്പിൻ തോട്ടവും സൂര്യകാന്തി തോട്ടവും ഒക്കെ കണ്ട് ഈ ചുമലിൽ ഇങ്ങനെ ചാഞ്ഞ് നമുക്കൊരു യാത്ര പോവാം. എവിടേക്കാ? ബാംഗ്ലൂർ. ബാംഗ്ലൂർക്കോ? അവിടെ ആകുമ്പോഴേ എൻ്റെ ചേച്ചിയുണ്ട്. പിന്നെ നമുക്കൊരു യാത്രയല്ലേ. എന്തോ ടെൻഷനുണ്ടോ? എനിക്ക് അമ്മയോടൊന്ന് പറയണം. അമ്മയോട് ഇപ്പം പറയണ്ട, പോയി വന്നിട്ട് പറയാം. எதுக்கு உன்னை இங்கே கொண்டு வந்தேன் தெரியுமா? உதச்சாவும் சத்தம் வெளியே தெரியாது. உண்மையா சொல்லு, என்ன டென்ஷன் பண்ணக்கூடாது. எனக்கு டென்ஷன் ஆச்சுன்னா நானே சேஞ்ச் ஆயிரும். ഉണ്മയാ சொல்லு. സത്യമാണ് സാർ, എനിക്കൊന്നും അറിയില്ല. കേരള எந்த ஊரு? കാവന്നൂർ. எத்தனை வருஷமா அந்த வியாபாரம் பண்ணிட்டு இருக்கீங்க? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. உண்மையா சொல்லடா. സത്യമാണ് സാറേ, എനിക്കറിയില്ല. അറിയില്ല சொல்லி நீ விடாதே. நீ எதுக்கு நீ பெங்களூர் போனா, யாரு கூட இருந்த, எப்படி 20 லட்சம் ரூபாய் மதிப்புள்ள எம்டி பேக்கே வந்தது? சொல்லா. உண்மையே சொல்ல மாட்டேங்குது, சொல்லவே. സത്യമാ சொல்ல പറയാം. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ബാംഗ്ലൂരിൽ പോയത്. ഫ്രണ്ട് എങ്ക? അവള് ബാംഗ്ലൂരാ. അവളാ സെറ്റപ്പാ? ശരി, എനിക്ക് 42 വയസ്സായി. എന്റെ കല്യാണം അമ്മയുടെ വലിയൊരു ആഗ്രഹം. ആദ്യമായിട്ട് അവര് പെണ്ണിനോട് ഇഷ്ടം പറയണ. അവള് 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. എന്റെ കയ്യില് ഡ്രസ്സും ഒരു ബാഗും തന്നു. നാട്ടിലെത്തുമ്പോ ഒരാൾ വിളിക്കും, ആ ബാഗ് കൊടുക്കണം പറഞ്ഞു. அந்த புள்ள நைஸா இவனை கெரியரா யூஸ் பண்ணியிருக்கேன். இப்படி சூழ்நிலை சம்டைம் யாருக்காவது நடக்கலாம். ஜாக்கிரதை.